നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപര ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപര നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന ദയനനന്ദം വന്ദനമേ എന്റെ പൊന്നേ ദയനനന്ദം വന്ദനമേ എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപര ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപര. വൈദിക സഹോദരങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വാഴയിൽ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസമാണ്. നമ്മുടെ റോബിക്കും ആനിക്കും അവരുടെ 2 കുഞ്ഞു മക്കൾക്കും ഒരു ഭവനം ദൈവം പ്രത്യേകമായിട്ട് ഒരുക്കുന്ന ഈ ദിവസത്തിൽ ഇതിൻ്റെ പിന്നിൽ ധാരാളം അധ്വാനവും ധാരാളം ദൈവാനുഗ്രഹങ്ങളും ഒത്തിരി പ്രാർത്ഥനകളും ത്യാഗങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കാര്യം വളരെയധികം ഈ ഭവനത്തിൻ്റെ നിർമ്മാണത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. അധിക കാലതാമസമില്ലാതെ ഈ ഭവനം പൂർത്തീകരിക്കുവാനായിട്ട് ഇവർക്ക് സാധിച്ചു. നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ ഒരു ഭവനം ആശീർവദിക്കുന്ന അവസരത്തിൽ നമുക്ക് ഈ ഭവനത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കല്ലിലും മണ്ണിലും തടിയിലും പണിത ഒരു ഭവനമല്ല, മറിച്ച് ഇവിടെ വസിക്കുന്നവരെ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മൾ ഏൽപ്പിക്കുകയാണ്. ഇവിടെ കടന്നു വരുന്നവരെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഈ ഭവനത്തെ തൻ്റെ കുഞ്ഞാടിൻ്റെ ദൃഢത്താൽ മുദ്രയിട്ടുകൊണ്ട് നമ്മൾ സംരക്ഷിക്കുവാനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നമുക്കറിയാം, ഇവിടെ ഒരു തിരുഹൃദയമുണ്ട്, ജ്വലിക്കുന്ന ഒരു തിരുഹൃദയം, സ്നേഹത്തിൽ ജ്വലിക്കുന്ന, ആത്മാവിൽ ജ്വലിക്കുന്ന, നന്മയിൽ ജ്വലിക്കുന്ന ഒരു ഹൃദയം. ആ ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായി ഈ ഭവനത്തിലുള്ള എല്ലാവരും തീരുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായ അനുമോദനങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് നേരുന്നു. ദൈവകൃപ ധാരാളം ഉണ്ടാകട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട പയ്യമ്പള്ളി അച്ഛന്, നമ്മുടെ പുഷ്പഗിരിയുടെ CEO ആണ്, നമ്മുടെ ഇടവകയുടെ അംഗമാണ്. ആനിയുടെ ഉള്ള പ്രത്യേകമായ സ്നേഹത്തെ പറ്റിയാണ് നമ്മുടെ പുത്തമ്പരി അച്ഛനും അതോടെ തന്നെ പയ്യമ്പള്ളി അച്ഛനും ഇവിടെ എത്തിയിരിക്കുക. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ഏറെ സ്നേഹത്തോടു കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൊച്ചച്ഛൻ നമ്മളോടുകൂടെ എപ്പോഴും ഉണ്ട്. ഓലിക്കൽ അച്ഛനും എല്ലാ അച്ഛന്മാരെയും അതോടൊപ്പം തന്നെ വന്നു ചേർന്ന ദൂരത്തു നിന്നും സമീപത്തു നിന്നും ഇവിടേക്ക് എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യും. ഇപ്പോൾ നമ്മൾ നിലവിളക്ക് കത്തിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ശുശ്രൂഷ ആരംഭിക്കുക. ദീപം എന്ന് പറയുന്നത് അത് സ്നേഹത്തിൻ്റെ അടയാളമാണ്, ആത്മീയതയുടെ അടയാളമാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൻ്റെ അടയാളമാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഭവനത്തിലെ അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് ഈ തിരി കത്തിക്കും. ഞാൻ മാറിക്കോട്ടെ. ആനി
നിങ്ങളുടെ മക്കളെ 4 പേരും കൂടെ ഒന്ന് നിങ്ങളുടെ മക്കളുടെ 4 പേരും കൂടെ അവരോട് കൊടുത്താൽ 4 പേരുടെ അവർ ഒരുമിച്ച് എത്തിച്ചു. കത്ത് ചേർത്ത് ഈ ദീപം കത്തി നിൽക്കുന്ന പോലെ ഈ ഭവനത്തെ എന്നും സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് എന്നും ഇത് മലമുകളിൽ ഉയർത്തപ്പെട്ട ഒരു പട്ടണം പോലെ എന്നും ഉയർന്നു നിൽക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന. നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി ഞങ്ങളുടെ പിതാവേ പോലെ സമാധാനം ശാന്തി സമാധാനം ഈ ഭവനത്തിൽ വസിപ്പിക്കണമേ. ഇതിലുള്ള സകലവും നീ വാഴ്ത്തണമേ. ഇതിലെ വരവ് ചെലവുകൾ തിരുനാമഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായിരിക്കണമേ. നിന്നിൽ നിന്നുള്ള സർവ്വനന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഇതിനെ ഐശ്വര്യ സമൃദ്ധമാക്കണമേ. ഇതിൽ വസിക്കുന്നവർക്ക് നീ മുഖപ്രസന്നം നൽകണമേ. ഐശ്വര്യതം രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിൽ ഇവർ നിന്നെ പ്രസാദിപ്പിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവും ഇവരുടെ മരിച്ചുപോയവർക്ക് സൽസ്വരണയും ആശ്വാസവും നൽകണമേ. മോറൻ ബാലോഹാൻ ലെവൽ മീ ശരണം ലജ്ജിക്കരുതേ. ഞാൻ എന്നോട് ഗർവം കാട്ടരുതേ. നിന്നാശ്രിതരാരും ലജ്ജിച്ചിടരുതേ. പ്രിയ നീ ആഴിയിൽ നിന്നും യൗനാന്വിയെ രക്ഷിച്ചോ. ഋണപൂരിതനാം എന്നെയും കൃപയാൽ കോരിയിടോക്കേണം. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തോത്രവും മഹിമയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടവിടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബാറക്കുമോർ കരുണ നിറഞ്ഞ കർത്താവേ, നിന്റെ കൃപയാൽ ഈ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ. ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥതയാൽ ഈ ഭവനത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും നീ ഐശ്വര്യ സമൃദ്ധരാക്കണമേ.
നിനക്ക് ഭവനാശീർവാദത്തിന്റെ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും യാചനകൾ പുത്രം നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, ആബേലിന്റെ ആദ്യഫലം സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ ധൂപം സ്വീകരിക്കണമേ. ആരോഗ്യന്റെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് പ്രീതികരമാകണമേ. നീതിമാനായ നോവിയുടെ മേൽ നീ സന്തുഷ്ടനായ പ്രകാരം ഞങ്ങളുടെ അതിരഫലത്തെ സന്തുഷ്ടനാകണമേ. കർത്താവേ, ഞങ്ങളുടെ പിതാവും നിന്റെ സ്നേഹിതരുമായ അബ്രഹാമിന്റെ വിശ്വാസം നിനക്ക് പ്രീതികരമായതുപോലെ ഞങ്ങളുടെ നമസ്കാരം നിനക്ക് ആനന്ദപ്രദമാകണമേ. നീതിമാനായ യോബിന്റെ അടുക്കൽ ദുഷ്ടന്റെ ഇതിനായ പ്രകാരം ഈ ഭവനത്തിന്റെ ശത്രുവായ ദുഷ്ടൻ ലജ്ജിക്കുവാനിടയാകണമേ. ശ്രേഷ്ഠാചാര്യനായ അഹ്റോന്റെ ധൂപം മുഖേന ഇസ്രായേൽ ജനത്തിൽ നിന്ന് വസ്ത്രം നിരോധിക്കപ്പെട്ടതുപോലെ ഈ ഭവനത്തിൽ നിന്ന് കഠിന രോഗങ്ങളും കോപത്തിന്റെ ദണ്ഡനങ്ങളും നിരോധിക്കണമേ. കർത്താവേ, ഇപ്പോൾ ഈ ഭവനത്തിനു വേണ്ടി നിരോധിക്കുന്നവർക്ക് വേണ്ടിയും കരുണയും കൃപയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഈ നിന്റെ വൃത്തിയുടെ യാചന തിരുസനയിലെത്തുകയും ഈ ഭവനം ഐശ്വര്യം പ്രാപിക്കുകയും ഇതിന്റെ നിവാസികൾ നീതീകരിക്കപ്പെട്ട് രക്ഷ നേടുകയും ചെയ്യണമേ. നിന്റെ കുഞ്ഞാടുകൾ നിന്റെ മേൽസ്ഥലങ്ങളിൽ മേയുകയും നിന്റെ ആടുകൾ നിന്റെ നന്മകളാൽ തൃപ്തരാകുകയും ഞങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കരുണ പ്രാപിക്കുകയും ചെയ്യണമേ. പാപികളിൽ കനമുള്ളവനും അനുതാപികളിൽ പ്രീതിപ്പെടുന്നവരുമായ കർത്താവേ, ഒരു കരുണാഭാഗത്തിന്റെ അനുസരണം ഞങ്ങൾ ദൈവവും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീ തിരുവനസായുടെ ധൂപവും പ്രാർത്ഥനയും സ്വീകരിച്ച് ആത്മാക്കളെ സ്നേഹിക്കുകയും വിശ്വാസികളെ പരേതർക്ക് പാവമോചനം നൽകുകയും ചെയ്യണമേ. നിങ്ങൾ നിനക്ക് എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ പരിഹാരവും പാവങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. പുടയോ നേരിൻ വാതിൽ മോട്ടുന്നോ ദാസനാദം ആവശ്യതയാചിക്കും ആഴിയാരെ തള്ളിയിടല്ലേ. ആരിവോട് ശിക്ഷിച്ചാടിയാരെ ആവശ്യം നീക്കി കാക്കണമേ. വാതിൽ തുറന്നീ പ്രാർത്ഥനയെ നാദം കേടണമേ. നാദാനിൻ പ്രഭയും വിശ്വാസവുമേകി നൽകിയോ സ്വാതന്ത്രമരുളി പാവന ഗിരിശിവരങ്ങളിലേക്ക് വിശുദ്ധ ഏവനികരിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും പ്രസംഗിച്ച വസന്തകരായ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് ശരീരം ധരിച്ചവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ഭൂലോകവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. കോയിൽ പ്രവേശത്തോടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന പേരായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു. യേശു ആരാണെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ പൊക്കം കുറവായിരുന്നതിനാൽ അവനത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. എന്തെന്നാൽ യേശു തമ്പുരാൻ അതിലെയാണ് കടന്നു പോകുവാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, നീ വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു.
സഖ്യയൂസ് തിടക്കത്തിൽ ഇറങ്ങി ചെന്ന് സന്തോഷത്തോടെ യേശുതമ്പുരാനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പുറപുറത്തു, ഇവൻ ഭാവിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. സഖ്യയൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, എന്റെ സ്വത്തിൽ പകരം ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശുതമ്പുരാൻ അരുളി ചെയ്തു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രഹാമിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് താൻ അരുളി ചെയ്തു. ഹുശൈനോ ലകുലഗോ നാദ നിന്നുടെ യാത്രയും വാതിൽ തുറന്നേ. യാചന കേട്ടിട്ടാൽ മക്കളുടെ കൃപ ചൊരിയണമേ. ഗോഡം മുറിയിൽ പ്രാർത്ഥിപ്പതിനാടീശൻ സംപ്രീതൻ. ആരവം അതിനാലല്ല ശിഷ്ടം നേടിയ ദൗന്യത്യം. പ്രാർത്ഥന മൂലം സൗമ്യന്മാശ സമുദ്രം ഭാഗിച്ചു. ഇസ്രായേൽ തരണം ചെയ്തു ദുഷ്ടൻ ഫറവോൻ മുങ്ങി. വിശ്വാസവും തന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്ന ദൈവാദിദൈവവും കർത്താവുമേ, നിന്റെ ദാസനായ ഞങ്ങൾ ബലഹീനരും പാപികളും അയോഗ്യരുമെങ്കിലും ഞങ്ങളുടെ അപേക്ഷയെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ജലപ്രളയത്തിൽ നിന്ന് പെട്ടകം മുഖേന നോഹിനെയും മക്കളെയും മൃഗങ്ങളെയും പറവകളെയും ഇഴജന്തുക്കളെയും നീ സംരക്ഷിച്ചു. നിന്റെ സ്നേഹിതനായ അബ്രഹാമിനെ ആക്രമണത്തിൽ വിടുവിച്ച് അവനെയും അവന്റെ സമ്പാദ്യത്തെയും നീ അനുഗ്രഹിച്ചു. സോദോമിലെ അഗ്നിയിൽ നിന്ന് ലോത്തിനെ നീ രക്ഷിക്കുകയും ലാബാന്റെ ഭവനത്തിൽ വെച്ച് യാക്കോബിനെ പരീക്ഷിച്ച് ശ്രേഷ്ഠനാക്കിയും അവന്റെ സമ്പത്ത് നീ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. മിസ്രൈമിൽ വെച്ച് യോസേഫിന്റെ പരിപാലനയിൽ ഭരണകർത്താവും അധിപനുമാക്കി അവന്റെ നേട്ടങ്ങളും വരുമാനങ്ങളും നീ വർദ്ധിപ്പിക്കുകയും അനർത്ഥങ്ങൾ അവനെ നീ കാത്തുകൊള്ളുകയും ചെയ്തു. നീതിമാനായ യോബിനെ പരീക്ഷണവരെയാക്കിയ ശേഷം അവന്റെ സമ്പാദ്യങ്ങൾ നീ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുത്തു. മോശയെയും ഇസ്രായേൽ ജനത്തെയും സമുദ്രത്തിൽ നീ സംരക്ഷിച്ചു. മോശയുടെ പ്രാർത്ഥനയാലും അഹരോന്റെ ധൂപാർപ്പണത്താലും വിനകാസിന്റെ വാളാലും ഇസ്രായേലിൽ നിന്ന് കോപവും വസന്തയും നീ നിരോധിച്ചു. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനും കരുണാസമ്പൂർണനും തന്റെ സൃഷ്ടിയോട് സർവ്വനാനുകമ്പുള്ളവനുമായ കർത്താവേ, നിന്റെ കൃപയാൽ ഈ ദാസരുടെ ഭവനത്തിൽ നിന്ന് എല്ലാവിധമായ കോപബലമായ ശിക്ഷകളും പലതര രോഗങ്ങളും മഹാമാരിയും സങ്കടകരമായ സകല നാശനഷ്ടങ്ങളും ദുഷ്ടന്റെ സകലവിധമായ ഉപദ്രവങ്ങളും നീ തടയണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാമിന്റെയും നമ്മുടെ പിതാവായ അമാർ തോമാസ് ലീഗായുടെയും ഞങ്ങളുടെ ഇടവയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസകതായുടെയും സകല ശുദ്ധിമനാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളിൽ കരുണയും ദൈവം ഉണ്ടാകുവാനിടയാകണമേ. ഓരൻ വാലുഖാൻ കുടുംബത്തിന്റെ സ്വസ്ഥതയ്ക്കും സന്തോഷമുള്ള തളിപ്പായി തീരുവാൻ ഈ വെള്ളം ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ
ഈ ഭവനം ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ആയിരിക്കുന്ന പിതാവിന്റെ നാമത്തിലോ പുത്രന്റെ നാമത്തിലോ ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിലോ ിന്റെയും പുത്രന്റെയും നാമത്തിൽ ഈ ഭവനം ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. പിതാവിന്റെ നാമത്തിലോ പുത്രന്റെ നാമത്തിലോ പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിലോ നാമത്തിൽ ഈ അടുപ്പ് ആശീർവദിക്കപ്പെടുന്നു. പിതാവിന്റെ നാമത്തിലോ പുത്രന്റെ നാമത്തിലും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിലോ പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ ഈ അടുപ്പ് ആശീർവദിക്കപ്പെടുന്നു. പിതാവിന്റെ നാമത്തിലോ പുത്രന്റെ നാമത്തിലോ ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിലോ ജീവനുള്ളവൻ ജീവിക്കുന്നതുമായ ശ്രീവാടെ അടയാളത്താൽ മുദ്രയിട്ടുകൊണ്ട് ആയിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ മകൾ ഹാലേലൂയാ ഹാലേലൂയാ നിൻ വലഭാഗി രാജഭാവിനെയും നിങ്ങളോഭിമാൻ ഹാലേലൂയാ ഹാലേലൂയാ നിന്റെ നമോർക്കായും വാരയ്ക്കുമോ ഞങ്ങളിൽ അലിവാന്ത അക്കരപേക്ഷയടക്കേണം സ്തൗമൻ കാലസ്കുരിയേലായിസോ അവർ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാലിക്കുമോ ദൈവാമികന്യാമറിയാമിന്നായി പരിമളധൂപചുരുൾ വായുവിലുയരുന്നു മുറിയോറാകെ മേലയിലുമാതാറേ ഞങ്ങളിൽ ആർദ്രത തോന്നിയും മാർഗി വരുകി സകദാ ഉദരണമേ നിൻ പ്രാർത്ഥന ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സ്തോമൻ കാലസ്കുരിയേലായി ശുദ്ധന്മാരെ നിങ്ങൾ അടികളയും തൻ കോപത്തിൽ ബലികളയും നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് മരണപ്പെട്ടവരാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളാണ് ആശ്വസിപ്പിച്ച് മരണപ്പെട്ടുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ
ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. സ്നേഹിതരെ, എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ്. ഈ ഭവനം ആശീർവദിക്കപ്പെട്ടതിൽ ഗോപിക്കും ആനിക്കും മക്കൾക്ക് രണ്ടുപേർക്കും എല്ലാവിധമായ അനുമോദനങ്ങൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നേരുന്നു. ദൈവകുമാർ ആരാധന നിർണ്ണയിക്കുന്ന ഒരു ഭവനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നീതിമാനായ ഔസേപ്പും നന്മ നിറഞ്ഞ മറിയവും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അനുസരണത്തിലും സ്നേഹത്തിലും ഒക്കെ നന്നായിട്ട് വളർന്നു വരും. ജ്ഞാനത്തിലും ബുദ്ധിയിലും അപ്പോൾ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് കൃത്യമായി ആശംസിക്കുകയും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേര് ഇപ്പോൾ നമ്മുടെ അടുപ്പിലേക്ക് മുകളോട്ട് കയറ്റി വെച്ചു. അവിടെ വെച്ചു. എന്നിട്ട് അതിന് ഒന്ന് സാവധാനം ടെൻഷനൊന്നും പിടിക്കണ്ട കേട്ടോ. പെയ്യ സാവധാനം കത്തിച്ചു. ഒരു ചൂട്ടെത്തിച്ച് ചൂട്ടെത്തി വെച്ചു. നമ്മളപ്പുറത്തേക്ക് നമ്മളെ മമ്മിയെ കാണത്തില്ല. കത്തിച്ചു നമ്മളെ അപ്പുറത്ത് നിൽക്കുക, മമ്മിയെ കാണത്തില്ല. ഞാൻ ചൂട്ട് മാത്രമായിട്ട് കത്തത്തില്ല. നമ്മൾ ഇച്ചിരി ഒന്നിച്ചിരി ഇച്ചിരൂടെ കണ്ടാതെ കത്തേക്ക് അത് വെച്ചു. അത് കടിച്ച് അങ്ങോട്ട് വെച്ചു. അറ്റം കത്തിക്ക് കത്തിയിട്ട് അകത്തോട്ട് വെച്ചാൽ സാവധാനം ടെൻഷൻ പിടിക്കേണ്ട ആവശ്യം. വെച്ചു. അതിൻ്റെ അടുത്തേക്ക് മക്കളെ അങ്ങോട്ട് കയറി സാവധാനം റിലാക്സ്. അവിടുന്ന് മാറില്ലേ അങ്ങോട്ട് കയറിട്ട് അതൊന്നും നമുക്ക് അമ്മൂലിക്കോട്ട് മാറ്റിക്കും. ഒന്ന് പിടിച്ച് ഒരു കഴിഞ്ഞോട്ടെ. തിളച്ച് കഴിയുമ്പോൾ നിളക്കാൻ വിളിക്കുക. ഒന്നോട് ഉത്തര വരണേ. തുറന്നു വെച്ചേ. തീർച്ചയായും കുറച്ചായി തീർച്ചയായും അത് വലിച്ചാൽ മതി. കുറച്ച് വലിച്ച് മാറ്റി വെച്ചോ. അപ്പോൾ അതിന് മാറ്റിയിട്ട് തവിയിട്ട് അല്ലല്ല വീട്ടുകാരുടെ ഇളക്കട്ടെ. തവിയിട്ട് ഇളക്കട്ടെ. തവിയിട്ട് ഇളക്കട്ടെ. ഇവിടെ നോക്കിയേ.
മോളെ ഇതൊന്ന് കഴിഞ്ഞു. എന്തിനാ തിരക്ക് കൂട്ടുന്നത്? ഇവിടെ ഒരു കാര്യമില്ലല്ലോ, ആവശ്യമില്ലാതെ തിരക്ക് കൂട്ടാണ്. റിലാക്സ് ആയി.